നമ്മള് നമസ്കാരം എന്ന ക്ലാസ് ആണ്. നമസ്കാരത്തിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് റിസൾട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രാരംഭ പ്രാർത്ഥനയായിരുന്നു. പ്രാരംഭ പ്രാർത്ഥന പിന്നെ സുന്നത്ത് ഫർള് നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലാറുള്ള പ്രാരംഭ പ്രാർത്ഥനയായിരുന്നു. اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس اللهم اغسلني بالماء والثلج والبرد. ഇത് നമ്മുടെ ഈ ക്ലാസ്സിൽ ഇപ്പം എത്ര പേരുണ്ട്? 41 പേരും ഇത് അർത്ഥസഹിതം പഠിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ അറ്റൻഡൻസ് ഇതിനിടയിൽ കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ എല്ലാവരും, ആരൊക്കെ കയറിയിട്ടുണ്ട് എന്നുള്ളത്. ശരി, നമുക്ക് എന്തായാലും ഇന്ന് നമ്മള് അതിന്റെ ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് ആളുകളെ സ്വയം മുന്നോട്ട് വരികയും എന്നിട്ട് അവർ ആ കാര്യം ഒന്ന് അവതരിപ്പിക്കുകയും ചെയ്താൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ആരാ ഒന്ന് അർത്ഥസഹിതം പ്രാർത്ഥന പറയാ? അല്ലാഹുമ്മ ബഅദ് ബൈനി, ദുആഉൽ ഇഫ്തിതാഹ് അല്ലെങ്കിൽ ദുആഉൽ ഇസ്തിഫ്താഹ്. വരൂ, ആരെങ്കിലും മുന്നോട്ട് വരൂ. ഹലോ, കേൾക്കുന്നില്ലേ ഞാൻ പറയണേ? കേൾക്കുന്നുണ്ട്. ആ, പറയൂ. വലൈക്കും സലാം. اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس اللهم اغسلني من خطاياي بالماء والثلج والبرد. ആരാ വിളിച്ചത്? അല്ലാഹുവേ പറഞ്ഞോളൂ. കേൾക്കുന്നില്ല? അല്ലാഹുവേ ഉദയാസ്തമയങ്ങളെ അകറ്റിയതുപോലെ എന്നെയും എന്റെ പാപങ്ങളെയും അകറ്റണമേ. അല്ലാഹുവെ, വെള്ളവസ്ത്രത്തെ അഴുക്കിൽ നിന്ന് കഴുകി ശുദ്ധിയാക്കുന്നത് പോലെ എന്റെ പാപങ്ങളെ ശുദ്ധിയാക്കണമേ. അല്ലാഹുവെ, എന്റെ പാപങ്ങളെ വെള്ളം കൊണ്ടും ആലിപ്പഴം കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും കഴുകി ശുദ്ധിയാക്കണം. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. കാണാതെയാണോ പറഞ്ഞ കണ്ടിട്ടാണോ പറഞ്ഞേ? ഇല്ല, കാണാണ്ടാണ് ചൊല്ലുന്ന നമസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ് ഖൈർ. ഹഫ്സ എന്ന് പറഞ്ഞ ആളാണ് ചൊല്ലിയത്. ഇനിയും ആരെങ്കിലും ഒന്ന് രണ്ടാളൊന്ന് മുന്നിലേക്ക് വരുമോ? നമ്മള് اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس اللهم اغسلني من خطاياي بالماء والثلج والبرد. അള്ളാഹുവെ, ഉദയാസ്തമങ്ങളെ നീ അകറ്റിയതുപോലെ എന്നെയും എന്റെ പാപങ്ങളെയും നീ അകറ്റണമേ. അള്ളാഹുവെ, അഴുക്കിൽ നിന്നും വെള്ളവസ്ത്രം കഴുകുന്നത് പോലെ ശുദ്ധീകരിക്കുന്നത് പോലെ എന്റെ പാപങ്ങളിൽ നിന്നും നീ എന്നെ ശുദ്ധീകരിക്കണമേ. അള്ളാഹുവെ, വെള്ളം കൊണ്ടും ആലിപ്പഴം കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും എന്റെ പാപങ്ങൾ നീ കഴുകി ശുദ്ധിയാക്കണമേ. മാഷാ അല്ലാഹ്, മുബാറക് മുബാറക്, വെരി ഗുഡ്. നൗഫിറ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം പറഞ്ഞത്. വെരി ഗുഡ്, ഗ്രേറ്റ് നൗഫിറ. ഇനി ആരാണ്? പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും? പറഞ്ഞോളൂ. اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس اللهم اغسلني من خطاياي بالماء والثلج والبرد. സൂര്യാസ്തമങ്ങളെ നീ അകറ്റുന്നത് പോലെ എന്നിൽ നിന്ന് എന്റെ പാപങ്ങളെ നീ അകറ്റണമേ.
വെള്ള വസ്ത്രത്തിൽ നിന്നും അഴുക്കിനെ നീ കഴുകി മാറ്റുന്നത് പോലെ എന്നിൽ നിന്നും നീ പാപത്തെ കഴുകി മാറ്റണമേ. വെള്ളം കൊണ്ടും മഞ്ഞ് കൊണ്ടും ഐസ് കൊണ്ടും എന്നിലെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. വെരി ഗുഡ്, വെരി ഗുഡ്. ആളുടെ പേര് എനിക്ക് കാണുന്നില്ല. PIT യൂസർ എന്നാ കാണുന്നത്. എന്താന്ന് പറഞ്ഞാല് ഷാനി. ഷാനി, വെരി ഗുഡ്. മാഷാഅല്ലാ, ഷാനി ഷാഹുൽ, ഗ്രേറ്റ്. ഇനി ആരാണ്? അസ്സലാമു അലൈക്കും. ഇസ്ലാം. പറയട്ടെ. اللهم باعد بيني وبين خطايا كما باعدت بين المشرق والمغرب. اللهم نقني من الخطايا كما ينقى الثوب الأبيض من الدنس. اللهم اغسل خطاياي بالماء والثلج والبرد. ഉദയാസ്തമന സ്ഥാനങ്ങൾ തമ്മിൽ നീ വിദൂരമാക്കിയതുപോലെ അള്ളാഹുവെ എന്നെയും എൻ്റെ പാപങ്ങളെയും തമ്മിൽ നീ അകറ്റണമേ. അടുക്കിൽ നിന്ന് വെള്ള വസ്ത്രത്തെ ശുദ്ധമാക്കുന്നത് പോലെ അള്ളാഹുവെ എൻ്റെ പാപത്തിൽ നിന്ന് നീ എന്നെ ശുദ്ധമാക്കണമേ. ഐസ് കൊണ്ടും മഞ്ഞുകൊണ്ടും കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ അള്ളാഹുവെ എൻ്റെ പാപങ്ങളെ നീ പുറത്ത് ശുദ്ധീകരിക്കണമേ. അല്ലേ? മാഷാഅല്ലാഹ്, ജസാക്കല്ലാഹ് ഖൈർ, ഗ്രേറ്റ്. ഇനിയും ആരെങ്കിലും ഒരാൾക്ക് കൂടി അവസരം തരാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുമ്മ നഖിനി മിനൽ ഖതായായ കമാ യുനഖ്ഖ സൗബുൽ അബിയളു മിനദ് ദനസ്. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബർദ്. അല്ലാഹുവേ, ഉദയാസ്തമനങ്ങളെ നീ അകറ്റിയതുപോലെ എന്നിൽ നിന്നും എൻ്റെ പാപങ്ങളെ നീ അകറ്റണമേ. അല്ലാഹുവേ, വെള്ള വസ്ത്രത്തിൽ നിന്നും അഴുക്കിനെ നീ ശുദ്ധീകരിക്കുന്നത് പോലെ എന്നെയും എൻ്റെ പാപങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. വെള്ളം കൊണ്ടും ആലിപ്പഴം കൊണ്ടും മഞ്ഞ് കൊണ്ടും ആലിപ്പഴം കൊണ്ടും അല്ലാഹുവേ നീ എൻ്റെ പാപങ്ങളെ ശുദ്ധീകരിക്കണമേ. മാഷാഅല്ലാഹ്. അമർ ഹാദി ബിൻ സൗദ്, ഗ്രേറ്റ്. നിങ്ങളുടെ പേരെന്തേനു? റമീസ. റമീസ, ഗ്രേറ്റ്. മാഷാഅല്ലാഹ്, മബ്രൂക്ക്, ജസാക്കല്ലാഹ് ഖൈർ. അല്ലാഹു യുബാരിക് ഫീക്. ഇനിയും എല്ലാവർക്കും പറയാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമുക്ക് സമയം പരിമിതല്ലേ. അപ്പൊ എല്ലാവരും പറയാൻ താല്പര്യമുള്ള, കാണാതെ പഠിച്ചിട്ട് ഇവിടെ പറയാൻ അവസരം കിട്ടാത്ത ആൾക്കാർക്ക് ഒരു അവസരം തരാം. അത് നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾ വോയിസ് ആയിട്ട് കാണാതെ പേസ്റ്റ് ചെയ്യാം കേട്ടോ. വോയിസ് ആയിട്ട് സെൻഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതെ. ശരി. നിങ്ങളുടെ സൗണ്ട് ഇടക്കിടക്ക് കേൾക്കണം, എന്നാലേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അൺമ്യൂട്ട് ആക്കാൻ ഒക്കെ റെഡിയായി നിൽക്കുക. ഓക്കെ, ശരി. നമുക്കെന്നാ അടുത്ത ഇതിലേക്ക് പോവാം. നിങ്ങളുടെ അടുത്ത് പാഠപുസ്തകം ഉണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലെ? നിങ്ങളുടെ പേജ് നമ്പർ എത്രയാണ് നിങ്ങളിൽ വരിക? 94 അതെ, 94. ശരി, 94 നമ്മള് ഒരു പ്രാരംഭ പ്രാർത്ഥന കൂടി കാണുകയാണ്. എന്താണ് അതിലുള്ളത്? നമുക്കൊക്കെ സുപരിചിതമായ പ്രാർത്ഥനയാണ്. ഏതാണത്? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ لا شريك له بذلك أمرت وأنا أول المسلمين اللهم أنت الملك لا إله إلا أنت سبحانك وبحمدك أنت ربي وأنا عبدك ظلمت نفسي واعترفت بذنبي فاغفر لي ذنبي جميعا إنه لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عني سيئها
لا يصرف عني سيئها إلا أنت لبيك وسعديك الخير كله في يديك والشر ليس إليك والمهدي من هديت أنا بك وإليك لا منجأ ولا ملجأ منك إلا إليك تباركت وتعاليت أستغفرك وأتوب إليك. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്ത് നമസ്കാരങ്ങളിലും നിർബന്ധ നമസ്കാരങ്ങളിലും ഒക്കെ ഇടയ്ക്കിടക്ക് ചൊല്ലാറുണ്ടായിരുന്ന പ്രാരംഭ പ്രാർത്ഥനയാണ് ഇത്. ഇതിന്റെ ആദ്യ ഭാഗം മാത്രമാണ് നമ്മൾ മദ്രസയിലൊക്കെ സാധാരണയായിട്ട് പഠിക്കാറുള്ളത് അല്ലെ. വാന അവ്വലുൽ മുസ്ലിമീൻ വരെ അല്ലെ, അതുവരെയാണ് സാധാരണയായിട്ട് ചെല്ലാറുള്ളത്. എന്തായിരുന്നാലും ഇത് എല്ലാവരും കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ അല്ലാഹുമ്മ ബാഇദ് ബൈനി എല്ലാവരും കാണാതെ പഠിക്കണം, അതിൽ നോ കോംപ്രമൈസ്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നിർബന്ധ നമസ്കാരങ്ങളിൽ പതിവായി ചൊല്ലാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രവാചകൻ സുന്നത്ത് നമസ്കാരങ്ങളിലും ഫർദ് നമസ്കാരങ്ങളിലും മാറി മാറി ചൊല്ലാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന സുദീർഘമായ പ്രാർത്ഥന. വജ്ജഹത്തുവിന്റെ പൂർണ്ണ രൂപം ഇതാണ്. ഇത് കാണാതെ അറിയുന്ന എത്ര ആളുകളുണ്ട്? എനിക്കറിയില്ല കേട്ടോ കാണാതെ. ഇതിൽ എത്ര പേർക്ക് അറിയാ കാണാതെ? മിനൽ മുസ്ലിം അതുവരെ അറിയാം അല്ലേ? ആ അതുവരെ എനിക്കും അറിയാം. അതുവരെയാണ് നമുക്കൊക്കെ മദ്രസിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതെ അതെ. പക്ഷെ ആ ഹദീസുകളിൽ ഇതിപ്പോ അലി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസുകൾ ഭൂരിഭാഗവും ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അലിയുടെ ഹദീസുകളിൽ എന്തുണ്ട്? ഈ പ്രാർത്ഥനകൾ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നിസ്കാരമൊക്കെ പഠിപ്പിച്ചു തന്ന പണ്ഡിതന്മാരും പിന്നെ ഫിഖഹിന്റെ ആൾക്കാരും ഒക്കെ അത് ചുരുക്കിയതായിരിക്കും. ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആ ഭാഗം മാത്രമായിട്ടും വന്നിട്ടുണ്ട് അലിയിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെ ചെറിയ പദവ്യത്യാസങ്ങളോടുകൂടിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാന അവ്വലുൽ മുസ്ലിമീന് പകരം വാന മിനൽ മുസ്ലിമീൻ എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പല രൂപത്തിൽ വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ പ്രാർത്ഥന പൂർണ്ണമായി പഠിക്കുക. ഒന്നും അധികമാവില്ലല്ലോ. അല്ലാത്ത ആളുകൾ വാന അവ്വലുൽ മുസ്ലിമീൻ എന്നുവരെ ചൊല്ലിയാലും സുന്നത്ത് നമസ്കാരങ്ങളിൽ അത് പ്രശ്നമല്ല. അപ്പോ നമുക്ക് അതിന്റെ ഇതൊന്ന് വായിക്കണം. ഓരോരുത്തർ കുറേശ്ശെ വായിച്ചാൽ മതി. എല്ലാം കൂടെ ഒരാൾ വായിച്ചാൽ ചിലപ്പോൾ ക്ഷണിക്കും. ആദ്യത്തെ ഭാഗം ആരാ വായിക്കുക? ഒന്ന് وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن الصلاة ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين اللهم أنت الملك لا إله إلا أنت سبحانك وبحمدك أنت ربي وأنا عبدك ظلمت نفسي واعترفت بذنبي فاغفر لي ذنبي جميعا إنه لا يغفر الذنوب إلا أنت. ശരി, ബാക്കി ഞാൻ വായിക്കാം. നിങ്ങൾ തന്നെ വായിച്ചോളൂ, കുഴപ്പമില്ല. فاغفر لي ذنبي جميعا لأحسن الأخلاق لا يهدي للأحسنها إلا أنت واصرف عني سيئها لا يصرف عني سيئها إلا أنت لبيك وسعديتك والخير كله في يديك والشر ليس إليك والمهدي من هديت أنا بك وإليك لا منهى ولا ملجأ منك إلا إليك تباركت وتعاليت أستغفرك وأتوب إليك. മാഷാഅല്ലാ, ഗ്രേറ്റ്. എന്നാ എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ടേ നമുക്ക് ഒന്നിച്ചൊന്ന് വായിച്ചു നോക്കാം. എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ആക്കിക്കേ. റെഡി? വജ്ജഹതു
وجهي الذي فطر السماوات والأرض حنيفا وما أنا من المشركين. വായിക്കാത്ത ആൾക്കാരുടെ പേര് ഞാൻ പറയട്ടെ. ഷഫി അൻസാർ, നാസർ, ഷാനിയ, സാഹിബ, സമീറ, സാഹിബ, സൈനബ, സബീന, ഷാദ് KP, റിയാസ്, ഈസ, ബീവി, ഗുൽനാർ, ഹസീഫ്, എന്ത് രസാണ് അങ്ങനെ എല്ലാരും കൂടെ കൂടി വായിക്കണേക്കാണ് അല്ലേ. കുറെ കള്ളന്മാരുണ്ട്, അവരെന്ത് ചെയ്യുന്ന വെച്ചാല് ആക്കിയിട്ടില്ല. എല്ലാരും വായിച്ചിട്ടേ കേൾക്കാൻ ക്ലിയർ അല്ലായിരുന്നു, ഡിസ്റ്റർബൻസ്. അപ്പൊ അതുകൊണ്ട് വായിക്കായിരുന്നു. അടുത്ത സെക്ഷൻ വായിക്കുവാണെങ്കിൽ എന്നാ പിന്നെ ഞാൻ വായിച്ചു തരാം, നമുക്ക് ഒന്നിച്ചിങ്ങനെ വായിച്ചു പോവാം. ഓക്കെ. വജ്ജഹതു വജ്ഹിയ ലില്ലദീ فطر السماوات والأرض حنيفا مسلما وما أنا من المشركين. ഉസ്താദ് അൺമ്യൂട്ട് ചെയ്യുക, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു പരകരണ ശബ്ദം വരുന്നത് ശരിക്കും കേൾക്കുന്നില്ല. ഉസ്താദ് മ്യൂട്ട് ചെയ്യുക, അല്ല ഉസ്താദ് അൺമ്യൂട്ട് ചെയ്യുക, ബാക്കി എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ഭയങ്കര ശബ്ദമാണ്. എന്താ ക്ലിയർ ആവുന്നില്ല, എന്നാലേ കൂടെ ചെല്ലാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങൾ ഞാൻ വായിക്കാം. അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളൊന്ന് അൺമ്യൂട്ട് ചെയ്തേക്ക്, അല്ലെങ്കിൽ ഒരു ഫ്ലോ കിട്ടൂല. ഓക്കെ, അപ്പം എവിടെ എത്തി നമ്മള്? ലാ ശരീക ലഹു ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. اللهم أنت الملك لا إله إلا أنت سبحانك وبحمدك أنت ربي وأنا عبدك ظلمت نفسي واعترفت
ذنبي بذنبي فاغفر لي فاغفر ذنبي ذنبي جميعا جميعا إنه لا يغفر الذنوب ذنوب إلا أنت واهدني لأحسن الأخلاق أحسن لا يهدي لأحسنها إلا أنت إلا واصرف واصرف عني عني سيئها لا يصرف عني سيئها إلا أنت لبيك وسعديك لبيك والخير والخير كله كله في يديك في يديك والشر والشر ليس إليك ليس والمهدي والمهدي من هديت أنا بك وإليك لا منجا لا ولا ملجأ منك إلا إليك تباركت تبارك وتعاليت أستغفرك أستغفرك وأتوب إليك. وأتوب ഇനി ഏതെങ്കിലും ഭാഗം വായിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കാം. ഒന്ന് ഒറ്റക്കൊന്ന് വായിച്ചു. ലാ യസ്രിഫു അന്നി പിന്നെന്താണ്? അയ്യഹാണോ? അല്ല പക്ഷെ അത് ഹംസ ആയിട്ടുള്ള കാണുന്നത്. അതിനെന്താണ്? ലാ യസ്രിഫു അന്നി ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ്. ഞാൻ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ശരിയാണ്, മറ്റേതിൽ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയല്ല. ഓക്കെ ഓക്കെ, തെറ്റുണ്ടോ അതില്? സാമാന്യ പോയതായിരിക്കും ചിലപ്പോ. എല്ലാവരുടെയും അങ്ങനെയാണോ? അത് സയ്യിഅഹ എന്നാണ് കറക്റ്റ് കേട്ടോ. വസ്രിഫ് അന്നി സയ്യിഅഹ ലാ യസ്രിഫു അന്നി സയ്യിഅഹ ഇല്ലാ അൻത. വസ്രിഫ് അന്നി സയ്യിഅഹ ലാ യസ്രിഫു അന്നി സയ്യിഅഹ ഇല്ലാ അൻത. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എഴുതിക്കോളൂ, വേണമെങ്കിൽ പേന വെച്ചിട്ട്, പേന കയ്യിൽ എഴുതിക്കോ. ഓക്കെ, ഇതിന്റെ ഞാന് പിന്നെ ഇത് ചെയ്തൊരു കോപ്പി ഉണ്ടായിരുന്നു. ഇതിന്റെ അടുത്ത പേജ് ഒന്ന് എടുക്കുക ഫാദിലെ, ഒന്ന് ചെറുതാക്കുക. അതിൽ സയ്യിഅഹ തന്നെയല്ലേ? വസ്രിഫ് അന്നി സയ്യിഅഹ ലാ യസ്രിഫു അന്നി സയ്യിഅഹ ഇല്ലാ അൻത, കറക്റ്റ് ആണ്. ഇത് നമുക്ക് പിന്നെ അതിന്റെ താഴെ വിചാരിക്കുന്നു. നമുക്ക് ഇതിന്റെ ഒറിജിനൽ ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇടാം, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ ഇൻഷാ അല്ലാഹ്. ശരി, അപ്പം ഇതില് ഇനി ഇപ്പം ഇതിന്റെ ആദ്യ ഭാഗം എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയും തോന്നുന്നു. നമുക്കതിപ്പം പഠിക്കാൻ പറ്റുന്ന ആളുകൾ ബാക്കി കൂടെ പഠിക്കാം ഇൻഷാ അല്ലാഹ്, നിങ്ങളുടെ കൂടെ പഠിക്കാം. ഇനി നമുക്കിതിന്റെ അർത്ഥത്തിലേക്ക് പോകണം. നമ്മൾ കഴിഞ്ഞ പ്രാർത്ഥന പറഞ്ഞു, മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് അല്ലേ? ആ മനോഹരമായ പ്രാർത്ഥനയെ പോലെ തന്നെയാണ് അല്ലാഹുമ്മ ബാഇദ് ബൈനിയുടെ അർത്ഥത്തിലുള്ള മനോഹാരിത മുഴുവൻ എവിടെയുണ്ട്? നമ്മുടെ ഈ വജ്ജഹത്തൂലുണ്ട്. വജ്ജഹത്തൂലും
മനോഹരമായ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മള് അത്രക്കും നമസ്കാരത്തിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്ന അർത്ഥമാണ് ഈ വരികളിലുള്ളത്. വജ്ജഹത്തു എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു അർത്ഥമാണ്. കാരണം നമ്മള് ഒതുവൊക്കെ ചെയ്ത് ശുദ്ധിയോടുകൂടി നീയത്തൊക്കെ ചെയ്ത് ഞാൻ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുകയാണ് എന്ന ബോധത്തോടു കൂടി നിന്നിട്ട് നമ്മൾ കൈകെട്ടിട്ട് പറയാണ് വജ്ജഹത്തു, ഞാനിതാ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. വജ്ജഹത്തു, ഞാൻ തിരിച്ചിരിക്കുന്നു. വജ്ഹിയ, എന്റെ മുഖം. വജ്ജഹത്തു, ഞാൻ തിരിച്ചിരിക്കുന്നു. വജ്ഹിയ, എന്റെ മുഖം. ലില്ലദീ, ഒരുത്തനിലേക്ക്. ആ ഒരുത്തന്റെ പ്രത്യേകത എന്താണ്? ഫത്തറസ്സമാവാതി വൽ അർള. ഫത്തറസ്സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. അതാണ് ഞാൻ മുഖം തിരിച്ച ആളുടെ പ്രത്യേകത. ആരിലേക്കാണ്? ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള. എങ്ങനെയാണ് ഞാൻ മുഖം തിരിച്ചിരിക്കുന്നത്? ഹനീഫൻ മുസ്ലിമൻ, ഋജുമാനസനായിക്കൊണ്ടും മുസ്ലിമായിക്കൊണ്ടും. ഋജുമാനസൻ, ഹനീഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഋജുമാനസൻ എന്നൊക്കെ കാണാം ടെക്സ്റ്റ് ബുക്കില്. എന്താണ് ഋജുമാനസൻ എന്നൊക്കെ പറഞ്ഞാല്? നിഷ്കളങ്കതയാണ്. ഹനീഫിയത്താണ് നമ്മുടെ മില്ലത്ത് എന്ന് പറയുന്നത്. ആരിന്റെ പേര് പറഞ്ഞപ്പോഴാണ് ഖുർആൻ ഹനീഫൻ മുസ്ലിമൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്? അറിയോ ഖുർആനില്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വെരി ഗുഡ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ പേര് നമ്മൾ എല്ലാ ദിവസവും ചെല്ലാറുണ്ടോ? എല്ലാ ദിവസവും സ്വലാത്തിൽ ഓർക്കാറുണ്ട്. നമസ്കാരത്തിൽ എപ്പോഴാ ഓർക്കാറുള്ളത്? അത്തഹിയ്യാത്തിലുണ്ട്. ആരോ എന്നെ വിളിക്കുന്നുണ്ട്. ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ ഓർക്കും. പിന്നെ എപ്പോഴോ പിന്നെ എപ്പോഴൊക്കെയാ? വലിയൊരു നാൾക്ക് ഓർക്കും അല്ലേ? ബീഫൊക്കെ അടിക്കുമ്പോ ഇബ്രാഹിം നബി ഓർക്കും. ഹജ്ജിന്റെ വേളയിൽ ഓർക്കും. അപ്പൊ ഒരു മുസ്ലിമിന്റെ എല്ലാ ദിവസത്തിലും രാവിലെയും വൈകുന്നേരവും നമസ്കാരത്തിലും 5 നേരവും ബാങ്കിന് ശേഷമൊക്കെ ഓർക്കേണ്ട ആളാണ് ആര്? വലിയ പെരുന്നാൾക്ക് മാത്രം നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഓർത്താൽ പോരാ എന്നാണ് പറഞ്ഞതിനർത്ഥം. നമ്മുടെ അദ്കാറു സബാഹ് വൽ മസാ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഉണ്ട് അല്ലെ? പ്രഭാതത്തിലും പ്രദോഷത്തിലും. അതെങ്ങനെയാണ്? അസ്ബഹ്ന അലാ ഫിത്രത്തുൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ശരീഅത്തി വഅലാ സുന്നത്തി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം. കേട്ടിട്ടില്ലേ ആ പ്രാർത്ഥന? അസ്ബഹ്ന എന്ന് പറഞ്ഞേ. അസ്ബഹ്ന ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ സുന്നത്തി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം. മാഷാ അല്ലാഹ്. ഇത് വൈകുന്നേരം ആവുമ്പോ നമ്മൾ എങ്ങനെ ചൊല്ലും? അംസൈന അലാ ഫിത്രത്തുൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ സുന്നത്തി നബിയിന മുഹമ്മദ് വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം അലൈഹിസ്സലാം. രാവിലെയും വൈകിട്ടും നിസ്കാരത്തിലും ഒക്കെ ഇബ്രാഹിം നബിനെ ഓർക്കും. അപ്പൊ ഇബ്രാഹിം നബിനെ കുറിച്ച് പറയുന്നതാണ് ഹനീഫ് എന്ന്. ഇബ്രാഹിം നബിയുടെ മില്ലത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹനീഫിയത്ത് എന്ന് പറയുന്നത്. ഈ ഹനീഫ് എന്ന വാക്കിന്റെ അർത്ഥം പണ്ഡിതന്മാരെ തഫ്സീർ സഅദിയിൽ കാണാൻ പറ്റും. മുഖ്ബിലൻ അലല്ലാഹി ബിൽ മഹബ്ബ വൽ ഇനാബ വൽ ഉബൂദിയ്യ മുഅ്റിദൻ അൻ സിവാഹു. എന്താ പറഞ്ഞത്? മുഖ്ബിലൻ. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം. ഹനീഫൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ഇസ്ലാമിനെ സ്വീകരിച്ചിരിക്കുന്നത് ഹനീഫ് ആയിക്കൊണ്ടാണ്. ഋജുമാനസൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്? മുഖ്ബിലാണ് അലല്ലാഹ്, അള്ളാഹുവിനെ സ്വീകരിക്കുന്നത്. ബിൽ മഹബ്ബ, അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടി. വൽ ഇനാബ, അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി.
വൽ ഉബൂദിയ്യ, അല്ലാഹുവിനെ സമർപ്പിച്ചു, ബാക്കിയുള്ളതിൽ നിന്നൊക്കെ വേറിട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് അള്ളാഹുവിനെ സേതുക്കാവുന്ന മ്യൂട്ടാക്കുക. മുഅരിളൻ സിവാഹു, ഈ ഹനീഫ് എന്ന് പറഞ്ഞ പദം അറബികള് മുടന്തന്മാർക്ക് ഉപയോഗിക്കാറുണ്ട് അത്ര. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാല് അയാളുടെ ചെരിവ് പിന്നെ ഒരിക്കലും മാറൂല എന്നാണ്. അതാണ് തഫ്സീർ ഇബ്നു കസീറിൽ കാണാം, മാഇലൻ ഇല തൗഹീദ്, തൗഹീദിലേക്ക് ചാഞ്ഞു പോയവൻ. മുടന്ത ചെരിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ചെരിഞ്ഞിട്ടല്ലേ പോവാ. അപ്പം തൗഹീദില് എത്രമാത്രം വിശ്വാസപരമായ കാര്യങ്ങളില് അതിലേക്ക് ചെരിഞ്ഞു പോയ ആളാണ്. അതല്ലേ പിന്നെ മാഷാ അല്ലാഹ്, ഇത് അപ്പത്തിന് തപ്പിയെടുത്ത നീ, വെരി ഗുഡ്. അമിയെ ഞാനൊരു ക്ലാസ്സിലടാ, ഇപ്പൊ തുറക്കാട്ടാ. ഞാൻ അമ്മിനോട് പറയാം. പിന്നെ തൗഹീദിലേക്ക് അത്രമാത്രം മനസ്സും ശരീരവും പ്രവർത്തനങ്ങളും വിശ്വാസവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആളെ നമ്മൾ എന്ത് പറയാം? ഹനീഫ് എന്ന് പറയാം. ഓക്കെ, ഹനീഫ് എന്ന് പറയുമ്പോ തൗഹീദിൽ അത്രയും അടിയുറച്ച ആളിനെയാണ് നമ്മളത് പറയാം. അപ്പൊ ഇവിടെ ഹനീഫൻ മുസ്ലിമൻ, ഞാൻ എന്നെ സൃഷ്ടിച്ച ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്നത് ഹനീഫ് ആയിക്കൊണ്ടാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം നമ്മുടെ മനസ്സിനെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക എന്നാണ് അതിനർത്ഥം. അവിടെ പിന്നെ ഹനീഫൻ പിന്നെ അൽ മുൻഹരിഫു ഖസ്ദൻ അൻ ശിർക്ക് ഇല തൗഹീദ്, ഷിർക്കിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുക, അതാണ് ഹനീഫ് എന്ന പദം കൊണ്ട് പിന്നെ ഇബ്നു കസീറിലും ഒക്കെ അർത്ഥമാക്കിയിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബിയുടെ ചരിത്രം 69 സ്ഥലങ്ങളിലാണ് ഖുർആൻ പറയുന്നത്. ഈ 69 സ്ഥലങ്ങളിലും അതിലതെ പിന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബിയുടെ പേരിനൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? ഹനീഫൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹനീഫൻ എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലയും മില്ലത്തു ഇബ്രാഹിം ഹനീഫ എന്ന് പറഞ്ഞതായിട്ട് ഖുർആനിൽ ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ. ഖുർആൻ പറയുന്നു, അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബിയെ നേരായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിച്ചു. ദീനൻ ഖിയമൻ, ചൊവ്വായ മതമാണത്. മില്ലത ഇബ്രാഹിം, ആരുടെ മതാണ്? മുഹമ്മദ് നബിയുടെ മതാണ്. ആരുടെ മില്ലത്താണ്? ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. മാഷാ അല്ലാഹ്, ഇബ്രാഹിം നബിന്റെ മില്ലത്താണ്. അപ്പോ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത് നമ്മളെ കുറിച്ച് പറയാണ്. അള്ളാഹു ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത്, അള്ളാഹിന്റെ റസൂൽ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത് ഏതാണ് ആ വാക്ക്? ഹനീഫൻ എന്ന വാക്ക്. ആ ഹനീഫൻ എന്ന വാക്കാണ് നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്നത് എപ്പോന്നറിയോ? നിസ്കാരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്ത ഒരു സിഫത്ത്, ഒരു വിശേഷണം, ഖുർആനില് ഉടനീളം ആവർത്തിച്ചു വന്ന ഒരു വിശേഷണം നമ്മളെ കുറിച്ച് പറയാൻ. ഇബ്രാഹിം നബിന്റെ മനസ്സ് ലാ ഇലാഹ ഇല്ലല്ലയിൽ എത്രമാത്രം അടിയുറച്ചിരുന്നു, അള്ളാഹുവിലേക്ക് എത്രമാത്രം സമർപ്പിച്ചിരുന്നോ, അള്ളാഹുവിലേക്ക് എത്രമാത്രം കീഴൊതുങ്ങിയിരുന്നോ, അള്ളാഹുവിലേക്ക് എത്രമാത്രം ഇഷ്ടത്തോടു കൂടിയായിരുന്നോ ഇബ്രാഹിം നബി നിന്നിരുന്നത്, അതുപോലെയാണ് ഞാൻ എന്ത് ചെയ്യണത്? അള്ളാഹുവെ, എന്റെ മുഖത്ത് നിന്നിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ നിസ്കാരത്തിൽ പറയാണ്. അതിന്റെ ഗൗരവങ്ങൾ ആലോചിച്ച് നോക്കി. അതിന്റെ ഒരു ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇബ്രാഹിം നബിയുടെ മനസ്സിലുള്ള തൗഹീദുമായിട്ടാണ് ഇബ്രാഹിം നബിയുടെ മനസ്സിലുള്ള തവക്കുലുമായിട്ടാണ്, ഇബ്രാഹിം നബിയുടെ മനസ്സിലുള്ള തസ്ലീം, സമർപ്പണം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. എന്ത് രസമായിട്ടാ ഖുർആൻ പറഞ്ഞത്. ഇബ്രാഹിമിനോട് അള്ളാഹ് പറഞ്ഞേ ഉള്ളൂ,
മുസ്ലിം ആകൂ എന്ന്. ഞാൻ മുസ്ലിമായി എന്ന് ഉടൻ തന്നെ ഇബ്രാഹിം പറയും. അങ്ങനെ സമർപ്പണം ചെയ്ത ആളാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിക്ക് അള്ളാഹ് കൊടുത്ത പേരാണ് ഹനീഫ് എന്ന്. അങ്ങനെ ഹൃദയം അത്രമേൽ ശുദ്ധമാക്കി നമ്മൾ അള്ളാന്റെ മുമ്പിൽ നിൽക്കുകയാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഹനീഫ് പറഞ്ഞ ഉടനെ അള്ളാഹ് പറഞ്ഞ കാര്യമാണ് വമാ കാന മിനൽ മുശ്രിക്കീൻ. നോക്കി നിങ്ങൾ, വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ അതേ പദമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല. ഇബ്രാഹിം നബിനെ കുറിച്ച് അള്ളാഹ് പറയണം വമാ കാന മിനൽ മുശ്രിക്കീൻ. എന്താ പറയാൻ കാരണം എന്നറിയും? യഹൂദന്മാര് പറഞ്ഞു ഞങ്ങളാളാണ് ഇബ്രാഹിം നബി, മജൂസികൾ പറഞ്ഞു ഞങ്ങളാളാണ്, ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങളാളാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടിയായി പറഞ്ഞ എന്താണെന്നറിയോ? വമാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ ഇന്നഹു കാന വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. സൂറത്ത് ആല ഇമ്രാനിലെ 67-ാമത്തെ ആയത്താണ്. ഇബ്രാഹിം നബി അതൊന്നും ആയിരുന്നില്ല, മുസ്ലിം ആയിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇത് പറയുമ്പോൾ ഓർമ്മ വരേണ്ടത് ഇബ്രാഹിം നബിയുടെ ജീവിതമാണ്. ആ ഇബ്രാഹിം നബിക്ക് അള്ളാഹ് കൊടുത്ത പേരാണ് ഹനീഫ്. അതാണ് ഞാൻ അള്ളാഹിനോട് പറയുന്നത്, ഞാൻ അതാണ്. അപ്പൊ ആ ഒരു ബോധത്തിലായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. എന്നിട്ട് പിന്നെ അടുത്ത വാക്ക് നോക്കും നിങ്ങൾ. ഇന്ന സ്വലാത്തി, ഇന്ന സ്വലാത്തി, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം, പ്രാർത്ഥന. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ ബലികർമ്മവും, നിശ്ചയമായും എന്റെ പ്രാർത്ഥനകളും എന്റെ ബലികർമ്മങ്ങളും. നുസുക്ക് എന്ന് പറഞ്ഞാല് ബലികർമ്മത്തിന് പറയുന്ന പേരാണ് നുസുക്ക്, ബലികർമ്മം. ഇന്ന സ്വലാത്തി വനുസുക്കി, നിശ്ചയം. ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, തീർച്ചയായും, ഷുവർ. ഇന്ന സ്വലാത്തി, എന്റെ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഒരു അടിയന്തര സാഹചര്യം നേരിടേണ്ടി വന്നു, അതിന് പോയതാണ്. ശരി, അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന സ്വലാത്തി വനുസുക്കി, അല്ലെ? എന്റെ നമസ്കാരവും എന്റെ ബലിയും. മഹിയായ മമാത്തി, മഹിയായ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം, മമാത്തി എന്ന് പറഞ്ഞാൽ എന്റെ മരണം. ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ജീവിതവും മരണവും പ്രാർത്ഥനയും അതുപോലെ തന്നെ എന്റെ ബലികളും ഒക്കെ ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഓർക്കുമ്പോൾ നമ്മൾ അവിടെ ഇബ്രാഹിം നബിയുടെ ബലി ഓർക്കാണ്, അല്ലെ? നമ്മളുടെ ബലികർമ്മം ഓർക്കാണ്. അതാണ് ഈ പ്രാരംഭ പ്രാർത്ഥനയും പറയുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ അള്ളാഹുവിലേക്ക് മാത്രം മുഖം തിരിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നമ്മള് പറയുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര അർത്ഥവത്താണെന്ന്, അല്ലെ? ആരെങ്കിലും ഇത്ര ഒന്ന് വായിച്ചിട്ടൊന്ന് അർത്ഥം പറയോ? പുസ്തകത്തിൽ നോക്കി പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞവരെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ വരെ ആരാ ഒന്ന് വായിക്കുക?
വജ്ജഹ്തു വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമവാതി വൽ-അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് ഋജുമാനസനായിക്കൊണ്ടും മുസ്ലിമായിക്കൊണ്ടും ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി വന്നുസുക്കി വമഹ്യായ വമമാതി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിശ്ചയമായും എന്റെ പ്രാർത്ഥനകളും എന്റെ ബലികർമ്മങ്ങളും എന്റെ ജീവിതവും മരണവും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. ലാ ശരീക ലഹു വബിദാലിക പറഞ്ഞോളൂ. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ലാ ശരീക ലഹു എന്ന് പറഞ്ഞാൽ എന്താ? അവന് യാതൊരു പങ്കുകാരും ഇല്ല. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? വബിദാലിക ഉമിർത്തു എന്ന് പറഞ്ഞാല് വബിദാലിക അതിനു വേണ്ടിയാണ് ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഇരിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമത്തെ ആളാണ്. ഇവിടെ അന മിനൽ മുസ്ലിമീൻ എന്ന് കുറെ റിപ്പോർട്ടുകൾ വന്നതായി കാണാൻ സാധിക്കും. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്, അതായത് കൂട്ടത്തിൽ ഒരാളാണ്. അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ്, ഞാനാണ് അതില് ഒന്നാമത്തെ ആള്. അപ്പോ പിന്നെ അൽബാനി പറയുന്നത്, നമ്മുടെ ഈ പുസ്തകം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് തന്നെയാണ് ശരിയായ രീതി. വാന മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നത് ചിലപ്പോ റാവിമാരുടെ അടുക്കൽ സംഭവിച്ച തെറ്റുകളായിരിക്കാം. ഞാൻ എന്നിട്ട് കുറെ റിപ്പോർട്ടുകളൊക്കെ നോക്കി. ഇപ്പൊ ദുർറുസുന്നിയില് ഈ ഹദീസ് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുള്ളതൊക്കെ അന മിനൽ മുസ്ലിമീൻ എന്നുള്ള പദങ്ങളൊക്കെ തന്നെയാണ്. അൽബാനി പറയണത് അവ്വൽ മുസ്ലിമീൻ തന്നെ പറയണം, അതാണ് ശരിയായ രീതി. കാരണം നമ്മൾ കണ്ടതിനേക്കാളൊക്കെ ഹദീസ് കണ്ട ആളാണല്ലോ. അപ്പൊ ആ നിലക്ക് പിന്നെ മറ്റേനെ തെറ്റു പറയുന്നില്ല. പക്ഷെ ചില പണ്ഡിതന്മാര് അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയുന്നതിൽ ചില അപാകത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാൻ മാത്രമാണ് നല്ല മുസ്ലിം, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് എന്നുള്ള ആ ഒരു ധ്വനിയാണ് നമ്മൾ അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയുമ്പോൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ അൽബാനി അതിനെ ഗണ്ണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പിന്നെ 85 എന്ന് എഴുതിയ ഒരു വ്യാഖ്യാനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. 85 പല നിവേദനങ്ങളിലും ഇപ്രകാരമാണുള്ളത്. 85 എന്ന് പറഞ്ഞിട്ട് അടിക്കുറിപ്പുകൾ എഴുതിയിട്ടില്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് താഴെ? കണ്ടോ അത്? 85 കണ്ടോ നിങ്ങൾ? ആരൊന്ന് വായിക്കാം? വായിച്ചോളൂ. പല നിവേദനങ്ങളിലും ഇപ്രകാരമാണുള്ളത്. എന്നാൽ ചിലതിൽ ഇങ്ങനെ കാണാം, അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. ഇത് ചില റിപ്പോർട്ടർമാർക്ക് പദപ്രയോഗത്തിൽ വന്നുപോയ അബദ്ധമാണെന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത്. അതിലേക്ക് സൂചന നൽകുന്ന ചില റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അതിനാൽ നമസ്കരിക്കുന്നവൻ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ് എന്ന് തന്നെ പറയട്ടെ, അതിലൊരു തെറ്റുമില്ല. എന്നാൽ ഇതിന് വിരുദ്ധമായി ചിലർ വാദിക്കാറുള്ളത് ശരിയല്ല. കാരണം അവർ ഇതിന് കരുതുന്ന അർത്ഥം ഈ സ്വഭാവത്തിലുള്ള ഒന്നാമത്തെ വ്യക്തി ഞാൻ മാത്രമാണ്, ബാക്കിയുള്ളവർക്കൊന്നും ഇതില്ല എന്നാണ്. എന്നാൽ ഇപ്രകാരമല്ല അതിന്റെ അർത്ഥം. മറിച്ച് അതിന്റെ അർത്ഥം കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മത്സരിക്കുന്നവൻ എന്നാണ്. പറയുക, പരമകാരുണികന് ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനാണ് ആദ്യമായി ആരാധിക്കുന്നവൻ. സുഹ്റുഫ് 43:81 എന്ന ഖുർആൻ സൂക്തം ഇതുപോലെ തന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാണ്. സൂറത്ത് അറാഫ് 7:143. അതാണ് ഇപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സന്താനമാണ് എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞപ്പോ, ജൂതന്മാർ ഉസൈർ ഇബ്നുല്ലാഹ് എന്ന് പറഞ്ഞപ്പോ നബിയോട് അള്ളാഹ് പറയാൻ പറഞ്ഞു, നബിയെ അങ്ങനെ അള്ളാഹ്ക്ക് ഒരു മോനുണ്ടെങ്കിൽ ആ മോനെ ആരാധിക്കുന്നവരിൽ ഒന്നാമൻ അത് ഞാനായിരിക്കുന്നു നീ അവരോട് പറ. അതിനർത്ഥം എന്താ? അങ്ങനെ ഒരു മോനില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നാമനാവുക എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല, അത് പറയാവുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാണ്.
അപ്പൊ അതൊക്കെ പറയാവുന്നതാണ് എന്ന് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് പറയാണ്. കാരണം ആ പറയുന്നത് ഏതർത്ഥത്തിലാണ്? അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ മത്സരിക്കുന്ന ആൾ, അതിലൊന്നാമതായി എത്താൻ എന്റെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട് എന്ന അർത്ഥത്തിലാണ് അതൊക്കെ നമ്മൾ പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ പറയുന്നത് തെറ്റില്ല എന്ന്, അത് പണ്ട് ലോകത്ത് നടന്ന ഒരു ചർച്ചയാണ്. അൽബാനി അതിനെടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രം. അപ്പോ അന മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നതിന് പകരം അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയുന്നതാണ് നല്ലത് എന്നാണ് ഹദീസുകളുടെ വെളിച്ചത്തിൽ അതിന്റെ അർത്ഥങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ആര് പറയുന്നത്? നമ്മുടെ അൽബാനി പറയുന്നത്. മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്, അതോടുകൂടി അയാളുടെ നിസ്കാരം ബാത്തിലായെന്ന് നമ്മൾ പറയാൻ പോകണ്ട. പിന്നെ ഇങ്ങനെ ചൊല്ലുന്നതാണ് നല്ലത്. പക്ഷെ ഹദീസിന്റെ വാക്കുകളിൽ മറ്റേ വാക്കും വന്നിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ് എന്ന്. അല്ലാഹുമ്മ അല്ലാഹുവേ, അൻതൽ മലികു, നീയാണ് മലിക്, രാജാവ് നീയാണ്. അതുപോലെ തന്നെയോ ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. സുബ്ഹാനക, നിനക്കാകുന്നു സർവ പരിശുദ്ധിയും. വബിഹംദിക, നിനക്കാകുന്നു സർവ സ്തുതിയും. അൻത റബ്ബി, സുബ്ഹാനക വബിഹംദിക, നിനക്കാണ് പരിശുദ്ധികളൊക്കെ, നിനക്കാണ് സ്തുതികളൊക്കെ. അൻത റബ്ബി വഅന അബ്ദുക്, നീ എന്റെ രക്ഷിതാവ്, ഞാൻ നിന്റെ അടിമ. നമ്മുടെ തൗഹീദ് അവിടെ ഊട്ടി ഉറപ്പിക്കാണ്. അല്ലാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക വബിഹംദിക അൻത റബ്ബി വഅന അബ്ദുക, നീയാണ് എന്റെ റബ്ബ്, ഞാൻ നിന്റെ അടിമയാകുന്നു എന്ന്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 86 അർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. 86 ഫുട് നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് നിന്നെ കൂടാതെ ഒന്നിനെയും ഞാൻ ആരാധിക്കുന്നില്ല എന്നാണ് ഇമാം അസ്ഹരി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അൻത റബ്ബി വാന അബ്ദുക എന്ന് പറഞ്ഞാല് നിന്നെ കൂടാതെ ഞാൻ ഒന്നിനെയും ആരാധിക്കൂല എന്നുള്ളൊരു പ്രതിജ്ഞയാണ് അതിന്റെ ഉള്ളിലുള്ളത് എന്നാണ്. പിന്നെ നമ്മള് കഴിഞ്ഞ പ്രാരംഭ പ്രാർത്ഥനയിൽ പഠിച്ച അതിന്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവാണ്. ഇതുവരെ നമ്മൾ ആരുടെ മുന്നിൽ നിൽക്കുന്നു, നമ്മുടെ വിശ്വാസം എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ആരാധനാകർമ്മങ്ങളും നിസ്കാരവും ബലിയും ഒക്കെ ആർക്കാണ്, അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ തെറ്റുകളെ കുറിച്ച് പറയാണ്. വലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. വലമ എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തു. വലംതു, ഞാൻ അക്രമം ചെയ്തു. നഫ്സി, നഫ്സ് പറഞ്ഞാൽ ഞാൻ, നഫ്സി എന്റെ നഫ്സിനോട് തന്നെ ഞാൻ അക്രമം ചെയ്തിരിക്കുന്നു. വഅ്തറഫ്തു ബിദംബി, അത് തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. ഞാൻ അത് സമ്മതിക്കുന്നു. വഅ്തറഫ്തു, ഞാൻ അത് അംഗീകരിക്കുന്നു, ഞാൻ തിരിച്ചറിയുന്നു. ബിദംബി, എന്റെ തിന്മ, എന്റെ പാപം. ഫഗ്ഫിർ ലി ദംബി, അതുകൊണ്ട് പഠിച്ചവനെ എനിക്ക് പാപങ്ങൾ പുറത്തു തരണേ. ജമീഅ, ദംബി ജമീഅ, എല്ലാ പാപങ്ങളും. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നിശ്ചയം പാപങ്ങൾ പൊറുക്കുന്നവനായി നീയല്ലാതെ വേറെ ആരുമില്ല. ഇന്നഹു, നിശ്ചയമായും എന്താണ് കാര്യം? ലാ യഗ്ഫിറു ദുനൂബ, പാപങ്ങൾ പൊറുക്കുന്നില്ല, ഇല്ല അൻത, നീയല്ലാതെ. അതുവരെ ഒന്ന് വായിക്കാവോ അർത്ഥം കൂടി? ലാ ശരീക ലഹു മുതൽ വായിച്ചോളൂ. ലാ ശരീക ലഹു, വായിച്ചോളൂ. ആരാണ്? ലാ ശരീക ലഹു, നമുക്ക് കൂടെ പറയാം. ആ, ബാക്കി വായിക്കൂ. ഒബിദാലിക ഉമിർതു ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ.
എന്താണ് അതിന്റെ അർത്ഥം? ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരനുമില്ല. വബിദാലിക ഉമിർത്തു, അതിനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെ? അതാണ് എന്നോടുള്ള കൽപ്പന. വാന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാകുന്നു. ആ അല്ലാഹുമ്മ അൻതൽ മലിക്കു, അല്ലാഹുവേ നീയാണ് രാജാധികാരി, രാജാവ്. ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ ആരാധ്യനില്ല. സുബ്ഹാനക, നിനക്കാണ് സർവ പരിശുദ്ധിയും. വബിഹംദിക, നിനക്കാണ് സർവസ്തുതിയും. അൻത റബ്ബി, നീയാണ് എന്റെ റബ്ബ്. വാന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. അടിമ. വലംതു നഫ്സി, ഞാൻ എന്നോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. വഅതറഫ്തു ബിദംബി, എന്റെ കുറ്റം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ അത് അംഗീകരിക്കുന്നു. ഫഗ്ഫിർലി ദംബി, ജമീഅൻ, എല്ലാ പാപങ്ങളും. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അങ്ങനെ പറഞ്ഞാ എന്താ? വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്. വഹ്ദിനി എന്ന് പറഞ്ഞാല് അല്ലാഹുവേ നീ എനിക്ക് നേർമാർഗം കാണിച്ചു തരണേ. ലി അഹ്സനിൽ അഖ്ലാഖ്, നല്ല സ്വഭാവത്തിലേക്ക്. ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ലാ അൻത, നല്ല സ്വഭാവത്തിലേക്ക് എന്നെ നയിക്കുന്നവൻ നീയല്ലാതെ വേറെ ആരുമില്ല. ഓക്കെ, എന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നയിക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല. വഹ്ദിനി അഹ്സനിൽ അഖ്ലാഖ് ആണ് കേട്ടോ. ഹുസ്നുൽ ഖുൽഖ് പറഞ്ഞ സൽ സ്വഭാവം, അഹ്സനുൽ അഖ്ലാഖ് എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല സ്വഭാവം കേട്ടോ. വസ്രിഫ് അന്നി സയ്യിഅഹ, വസ്രിഫ് അന്നി എന്ന് പറഞ്ഞാല് എന്നെ ചീത്ത സ്വഭാവത്തെ മാറ്റി തരണം. വസ്രിഫ് അന്നി, സർഫാക്കുക എന്ന് പറഞ്ഞാൽ പിരിക്കുക എന്നാണ് അർത്ഥം. സർഫാക്കുക എന്നറിയില്ല നമ്മൾ അറബിയില്? ഫിഅലുകളെ സർഫാക്കും. ഫഅല ഫഅല ഫഅലു ഫഅലത്ത്, അതിനെ സർഫാക്കുക എന്നാണ്. പിരിച്ച് 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 എഴുതുക. എനിക്ക് തോന്നുന്നത് ചളീനെയും പിന്നെ ഇതിനെയൊക്കെ അകറ്റുന്ന, പിന്നെ തമ്മിൽ വേർതിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സോപ്പും പൊടിക്ക് സർഫ് എന്ന് പേരിട്ടിരുന്നത് തോന്നുന്നുണ്ട്. അറബിയിൽ നിന്ന് വന്ന പേരാന്നാണ് എന്റെ ബലമായ സംശയം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ശരിയാണോ അത്? ശരിയാണ്. സർഫ് കേട്ടില്ലേ? അപ്പൊ അത് ഓർത്താ മതി. ചളിന്ന് നമ്മുടെ വസ്ത്രത്തെ വേർപിരിക്കുന്ന സാധനമാണ് സർഫ്. അപ്പൊ വസ്രിഫ് അന്നി, എന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക, എന്നിൽ നിന്ന് പിരിച്ചെടുക്കുക, എന്നിൽ നിന്ന് മുറിച്ചെടുക്കുക കേട്ടോ, എന്നിൽ നിന്ന് മാറ്റുക. വസ്രിഫ് അന്നി സയ്യിഅഹ, അതിന്റെ മോശം സ്വഭാവത്തെ, അതായത് നല്ല സ്വഭാവം, ഏറ്റവും നല്ല സ്വഭാവം വേണം പറഞ്ഞു, അത് ആവശ്യപ്പെട്ടു. അതിലേക്ക് ഇഹ്ദിനി എന്ന് പറഞ്ഞു. എന്നിട്ട് ചീത്ത സ്വഭാവത്തിൽ നിന്ന് തന്നെ അകറ്റുകയും ചെയ്യണം. ഒരുപാട് ചീത്ത സ്വഭാവം ഉണ്ടാവും നമുക്ക്, മനുഷ്യന്മാരായ അത് ഉണ്ടാവും അല്ലെ? പല ആളുകൾക്കും പല ചീത്ത സ്വഭാവം ഉണ്ടാവും. അപ്പൊ ആ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് മാറണം എന്ന് നമ്മൾ എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അല്ലാതെ അള്ളാഹു ഒരിക്കലും നമ്മളെ മാറ്റൂല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്നൊരായത്തുണ്ട്. അത് കേട്ടോ നിങ്ങള്? ഒരാൾക്ക് മാറണമെന്ന് തോന്നി അയാൾ തീരുമാനം എടുത്ത് മാറാതെ അള്ളാഹു എന്ത് ചെയ്യൂല, ഒരാളിനെയും മാറ്റുകയില്ല എന്ന്. അപ്പൊ നമ്മൾ നന്നാവണം, നമ്മൾ തീരുമാനിക്കണം. അപ്പോ നമ്മൾ നിലവിൽ കൊണ്ടുപോകുന്ന കുറെ തിന്മകള്, ചിലപ്പോ മറ്റുള്ളവരെ കുറ്റം പറച്ചിലാവാം, മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ നമ്മൾ ആരും കാണാതൊക്കെ ചെയ്യുന്ന, ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കുറെ തെറ്റുകളാകാം അല്ലെ? വസ്രിഫ് അന്നി സയ്യിഅഹ, സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് എന്നെ മാറ്റണേ. പിന്നെയോ ലാ യസ്രിഫ് അന്നി സയ്യിഅഹ ഇല്ലാ അൻത, സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് എന്നെ മാറ്റുന്നവൻ നീയല്ലാതെ വേറെ ആരുമില്ല. ആര് വിചാരിച്ചാലും നമ്മൾ നന്നാവില്ല. അല്ലാണ്ട് അമ്മാവ നമ്മൾ നന്നാവില്ല എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ നന്നാവണം ആരെന്നെ തീരുമാനിക്കണം? നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പൊ അതിനു വേണ്ടി അള്ളാന്റെ സഹായം വേണം, അള്ളാന്റെ തൗഫീഖ് വേണം അല്ലെ? ആ തൗഫീഖിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹ് എന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാക്കണേ. ലാ യഹ്ദീ ലി അഹ്സനിഹ ഇല്ലാ അൻത, അതിലെ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ അല്ലാതെ വഴി നടത്താൻ വേറെ ആരുമില്ല. വസ്രിഫ് അന്നി സയ്യിഅഹ, അതിന്റെ തിന്മയിൽ നിന്ന് മാറ്റി തരണേ. ലാ യസ്രിഫ് അന്നി സയ്യിഅഹ ഇല്ലാ അൻത, അതിൽ നിന്ന് രക്ഷിക്കാൻ വേറെ ആരുമില്ല. ലബ്ബൈക വസഅദൈക, ലബ്ബൈക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക നമ്മൾ പറയാറില്ലേ? ലബ്ബൈക എന്താ? നിന്റെ ആജ്ഞ സദാ സ്വീകരിക്കുവാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന്. ലബ്ബൈക്ക്, അതിന്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് 87 നോക്കൂ, ആരൊന്ന് വായിക്കാം.
ലബ്ബൈക്ക ഞാനിതാ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിന്നോടുള്ള അനുസരണയിൽ ഞാനിതാ നിരന്തരം നിന്റെ മുമ്പിലുണ്ട് എന്നാണ് അതിനർത്ഥം. റെഡിയാണ്, ഐ ആം റെഡി. ഓക്കെ, ഞാനിതാ നീ വിളിച്ചപ്പോ ഞാൻ ഉത്തരം നൽകി വന്നിരിക്കുകയാണ്. വസഅദൈക നിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുന്നതിലും നീ എനിക്കായി തൃപ്തിപ്പെട്ടു തന്ന നിന്റെ ദീൻ നിരന്തരം പിൻപറ്റുന്നതിലും നിന്നോട് ഞാൻ സദാ സഹായം തേടുന്നു. സഅദൈക മുസാഅദ എന്നൊക്കെ കേട്ടിട്ടില്ലേ? മുസാഇദ് എന്ന് പറഞ്ഞാല് സപ്പോർട്ടറാണ്. അപ്പൊ ലബ്ബൈക്ക നിനക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. വസഅദൈക നിന്റെ അടുത്തുനിന്ന് നന്മയിൽ നിലനിൽക്കാനുള്ള, ദീനിൽ നിലനിൽക്കാനുള്ള, ദീനിന്റെ കാര്യങ്ങളൊക്കെ പിൻപറ്റാനുള്ള ഒരു സപ്പോർട്ട് നിന്റെ കയ്യിൽ നിന്ന് വേണം. അതാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് എന്നാണ്. പിന്നെയോ വൽ ഖൈറു കുല്ലുഹു ഫി യദൈക നന്മകളെല്ലാം സംഭവിക്കുന്നത് നിന്റെ കൈകളിലൂടെയാണ്. നന്മകളുടെ ഉടയവൻ നീയാണ്. വശർറു ലൈസ ഇലൈക എന്നാൽ ഷർറ് നിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല. അത് മനുഷ്യൻ അവന്റെ ദുൽമ കൊണ്ട്, അവന്റെ അഹങ്കാരം കൊണ്ട്, അവന്റെ ചീത്ത സ്വഭാവം കൊണ്ട്, തിന്മയോടുള്ള അവന്റെ താല്പര്യം കൊണ്ടാണ് ഷർറുകൾ ഉണ്ടാകുന്നത്, തിന്മ ഉണ്ടാകുന്നത്. ഖൈർ അള്ളാന്റെ അടുക്കുന്നാണ്, ഷർറ് അള്ളാന്റെ അടുക്കൽ തന്നെയാണ്. പക്ഷെ അള്ളാഹുവിനല്ല അതിന്റെ പഴി, കുറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 88-ാമത്തെ ഇത്. അതായത് തിന്മ അള്ളാഹുവിലേക്ക് ചേർത്തു പറയപ്പെടാവതല്ല. എന്തെന്നാൽ അവന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നും തിന്മയില്ല, മറിച്ച് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും നന്മയാണ്. കാരണം അത് നീതിയുടെയും ഔദാര്യത്തിന്റെയും അറിവിന്റെയും ഇടയിൽ കറങ്ങുകയാണ്. തിന്മ തീരെയില്ലാത്ത വിധം അവരെല്ലാം നന്മയാണ്. തിന്മ യഥാർത്ഥത്തിൽ തിന്മയായി തീർന്നത് അത് അള്ളാഹുവിലേക്ക് ചേർത്തു പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞു, നന്മ തിന്മകളുടെ സൃഷ്ടാവ് പരിശുദ്ധനായ അവനാണ്. എന്നാൽ ചില സൃഷ്ടികളിൽ കാണുന്ന തിന്മ അവന്റെ സൃഷ്ടിപ്പിലോ കർമ്മത്തിലോ പെട്ടതല്ല. അതിനാൽ അവൻ അനീതി, ളുൽമിൽ നിന്നും പരിശുദ്ധനത്രേ. അതാകട്ടെ, അതായത് ളുൽമാവട്ടെ അടിസ്ഥാനപരമായി കാര്യങ്ങൾക്ക് അതിനെ യോജിച്ചതല്ലാത്ത സ്ഥാനം നൽകലാണ്. അവൻ അള്ളാഹു കാര്യങ്ങൾക്കെല്ലാം അതാതിന് യോജിച്ച സ്ഥാനമല്ലാതെ നൽകുകയില്ല. അതിനാൽ അവയെല്ലാം നന്മയായിരിക്കും. എന്നാൽ തിന്മ, ഷർറ് എന്നത് കാര്യത്തെ അതിന് യോജിച്ചതല്ലാത്ത സ്ഥാനത്ത് വെക്കലാണ്. അത് യോജിച്ച സ്ഥാനത്ത് തന്നെ വെക്കുമ്പോൾ അത് തിന്മയാകുന്നില്ല. അതിനാൽ അറിയുക, തിന്മ അവനിലേക്ക് ചേർത്ത് പറയാവതല്ല. അദ്ദേഹം തുടരുന്നു, ഒരു കാര്യം തിന്മയായിരിക്കെ അത് അവൻ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു കാര്യം തിന്മയാണ്, പിന്നെ എന്തിനെ പടച്ചവനെ സൃഷ്ടിച്ചേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, അവൻ സൃഷ്ടിപ്പ് നടത്തി, അവന്റെ കർമ്മമാകട്ടെ നന്മയാണ്, തിന്മയല്ല. തീർച്ചയായും സൃഷ്ടിപ്പും കർമ്മവും അള്ളാഹുവിങ്കിൽ നിലകൊള്ളുന്നു. തിന്മ അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാവുക എന്നതും അവനിലേക്ക് ചേർത്ത് പറയുന്നതും അസംഭവ്യമാണ്. സൃഷ്ടികളിലുള്ള ഏതെങ്കിലും തിന്മ അവനിലേക്ക് ചേർത്ത് പറയാവതല്ല. എന്നാൽ അവന്റെ സൃഷ്ടിപ്പും കർമ്മവും അവനിലേക്ക് ചേർത്ത് പറയുന്നത് നന്മയാണ്. സുപ്രധാനമായ ഈ ചർച്ചയുടെ പൂർണ്ണ രൂപവും അനുബന്ധവും ലഭിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ഷിഫാഉൽ ഖലീൽ ഫി മസാഇലിൽ ഖളാഇ വൽ ഖദ്രി വത്തഅലീൽ എന്ന ഗ്രന്ഥം പരിശോധിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഖദർ ഖളയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇത്. നമ്മൾ അതിന്റെ ഡീപ്പ് ഇതിലേക്ക് പോകണ്ട. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ട്, അല്ലെ? അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിക്കുകയാണെങ്കിൽ അതിന് കാരണം അള്ളാഹു അല്ല, മറിച്ച് അതിന് കാരണം നമ്മളാണ്. പക്ഷെ ആ തിന്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നത്, അല്ലെങ്കിൽ ആ ഷെറ് നമ്മുടെ ഒരു അപകടമാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാകട്ടെ, ഒരു പാപം എന്നുള്ള നിലക്കല്ല കേട്ടോ തിന്മനെ നമ്മൾ കാണേണ്ടത്. ഖൈറിന്റെ ഓപ്പോസിറ്റ്, നമുക്കൊരു നല്ല കാര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഷെറ് എന്ന് പറയുമ്പോൾ ഒരു പാപം നമ്മൾ ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലല്ല, അതും ഷെറാണ്. പക്ഷെ ഒരു അപകടമോ നഷ്ടമോ എന്തെങ്കിലും ദുരന്തമോ ദുരിതമോ ഒക്കെ ഉണ്ടാവുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് ചേർത്ത് പറയാവതല്ല എന്നാണ്. അത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് തീരുമാനിച്ച ഒരു സാധനമാണ്. അതാണ് നമ്മുടെ ഖദർ എന്ന് പറയുന്നത്. പടച്ചോൻ തീരുമാനിച്ചതാണ് അത് ഉണ്ടാകണം എന്നുള്ളത്. അല്ലാതെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തി
അള്ളാഹു ആണെന്നല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനാ പിന്നെ ഷെറിനെ സൃഷ്ടിച്ച് ഈ ലോകത്ത്? അപകടം എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ വെറും അത് അള്ളാന്റെ ഒരു ഫിത്രത്താണ്, അത് അള്ളാന്റെ ഒരു സുന്നത്താണ്, അത് അള്ളാഹുവിന്റെ ഒരു പ്രകൃതി നിയമമാണ്. നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോ അതിൽ ഖുർആനും ഹദീസും എന്തു പറഞ്ഞോ അവിടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള യുക്തിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട, പോകേണ്ടതില്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ശരി, ഇനി അതിന്റെ ബാക്കി ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ വൽ മഹ്ദിയു മൻ ഹദൈത, സന്മാർഗം പ്രാപിച്ചവൻ ആരാണ്? നീ സന്മാർഗം കൊടുത്ത ആളാണ്. സന്മാർഗം പ്രാപിച്ചവൻ മഹ്ദി എന്ന് പറഞ്ഞാൽ സന്മാർഗം പ്രാപിച്ചവനാണ്. മഹ്ദി അന്ത്യനാളിൽ വരും എന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ? ആ മഹ്ദിനെ കുറിച്ചല്ല ഇവിടെ പരാമർശം. ഇവിടെ സന്മാർഗം ലഭിക്കുന്നത് ആർക്കാണ്? സന്മാർഗം ലഭിക്കുന്ന ആർക്കാണ്? അള്ളാഹു സന്മാർഗം കൊടുത്ത ആളുകൾക്കാണ്. അതാണ് ഇവിടെ പറഞ്ഞത് മൻ ഹദൈത, നീ ഹിദായത്ത് കൊടുത്തവർക്കാണ്. വാനബിക വ ഇലൈക, അള്ളാഹു സന്മാർഗം കൊടുത്തവർക്കേ സന്മാർഗം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അനബിക, നീ കാരണമാണ് ഞാൻ ഇവിടെയുള്ളത്. അനബിക വ ഇലൈക, ഞാൻ നിന്നിലേക്കാണ് എന്റെ മടക്കം. അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അള്ളാഹുവിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നവനുമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അനബിക, ഞാൻ നിന്നെ കൊണ്ടുള്ളവനാണ്. വയിലേക്ക, നിന്നിലേക്ക് മടങ്ങി വരേണ്ടവനുമാണ്. ലാ മഞ്ച, ഒരു അഭയസ്ഥാനവുമില്ല. വലാ മൽജ, ഒരു രക്ഷാസ്ഥാനവുമില്ല. മിൻക, ഇല്ലാ ഇലൈക്ക, നിന്നിൽ നിന്നല്ലാതെ എന്തില്ല, ഒരു രക്ഷാമാർഗമോ അഭയസ്ഥാനമോ ഒന്നുമില്ല. നിന്നിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് നിന്നിലേക്ക് തന്നെ അല്ലാതെ ഒരു രക്ഷാമാർഗമോ അഭയസ്ഥാനമോ ഇല്ല. ലാ മഞ്ച എന്ന് പറഞ്ഞാല് അള്ളാഹുവിങ്കിൽ നിന്ന് ഒരുത്തൻ രക്ഷപ്പെട്ടു ഓടുകയാണെന്ന് വിചാരിക്കും, അങ്ങനെ അവനെ രക്ഷിക്കാൻ ഒരാളില്ല എന്നാണ്. ലാ മഞ്ച. യൻജു നജ, രക്ഷപ്പെടുക എന്നുള്ള അർത്ഥം. അപ്പൊ ലാ മഞ്ച, നിന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരു സ്ഥലമില്ല. വലാ മല്ല, ചില മനുഷ്യന്മാർ ഇങ്ങനെയാണ്, ഒരു വട്ടം കട്ടാക്കിയ പിന്നെയും കിട്ടും. അപ്പോ ലാ മഞ്ച എന്ന് പറഞ്ഞാല് നിന്നിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ചെല്ലാൻ ഒരു അഭയസ്ഥാനല്ല. വലാ മൽജ മിൻക ഇല്ലാ ഇലൈ, നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ ഒരു അഭയസ്ഥാനവുമില്ല. അതാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നിന്നിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നിന്നിലേക്ക് തന്നെ അല്ലാതെ ഒരു രക്ഷാമാർഗമോ അഭയസ്ഥാനമോ ഇല്ല. അള്ളാഹു തബാറക്ത, അള്ളാഹുവെ നീ അനുഗ്രഹപൂർണനാണ്. വതആലൈത്, അതുപോലെ തന്നെ നീ ഉന്നതനാണ്. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. വഅതൂബു ഇലൈക, ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാണ്. ഇസ്തിഗ്ഫാറും തൗബയൊക്കെ അള്ളാഹുവിലേക്ക് മാത്രമാണെന്നാണ്. നിർബന്ധ നമസ്കാരങ്ങളിലും ഐച്ഛിക നമസ്കാരങ്ങളിലും നബി പ്രാർത്ഥന ചൊല്ലിയിരുന്നു എന്നാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ചില ഭാഗത്ത് ആശയങ്ങളിൽ ചില കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അത് ഖൈറിന്റെ ഷെറിന്റെ അവിടെയാണ് ലാ മഞ്ച വലാ മൽജ എന്ന് പറഞ്ഞിടത്താണ്. അപ്പൊ അത് രണ്ടും ഒന്നുകൂടെ പറയാം. ഒന്നാമത് ഖദ്ർ ഖലായുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത്. അതില് അൽ ഖൈറു കുല്ലുഹു ഫി യദൈക, അള്ളാഹുവിൽ നിന്നാണ് എല്ലാ നന്മയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഷർറു ലൈസ, എന്നാൽ ഷെറിന്റെ ഉത്തരവാദി പഠിച്ചവനല്ല. അതുപോലെ തന്നെ വൽ മഹ്ദിയു മൻ ഹദൈത, മഹ്ദി എന്ന് പറഞ്ഞാൽ സന്മാർഗം സിദ്ധിച്ചവൻ ആരാണ്? അള്ളാഹുവെ നീ ഹിദായത്ത് കൊടുത്തവനാണ്. അനബിക വയിലേക്ക്, ഞാൻ നിന്നിൽ നിന്നുള്ളവനാണ്, നിന്നിലേക്ക് മടങ്ങി വരുന്നവനുമാണ്. ലാ മഞ്ച, എനിക്കൊരു അഭയസ്ഥാനമില്ല. വലാ മൽജ, മടങ്ങി ചെല്ലാനുള്ള ഒരു സ്ഥലവുമില്ല. മിൻക ഇല്ലാ ഇലേക്ക്, നിന്നിൽ നിന്നുള്ളതല്ലാതെ നിന്നിലേക്കുള്ളതല്ലാതെ, അതല്ലാതെ എനിക്കൊരു അഭയസ്ഥാനമല്ല. അള്ളാഹ് തന്ന അഭയസ്ഥാനങ്ങൾ അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന മടക്കസ്ഥാനങ്ങൾ. ഇത് മാത്രമേ ഉള്ളൂ ഒരു വിശ്വാസിയായ എനിക്കുള്ളത്. തബാറക്ത, നീ അനുഗ്രഹപൂർണനാണ്. വതആലൈത്, നീ ഉന്നതനാണ്. അല എന്ന് പറഞ്ഞാല് ഉയരത്തിലുള്ളവൻ എന്നാണ് കേട്ടോ. അലി എന്ന് പറഞ്ഞാൽ ഉന്നതൻ എന്നാണ് അർത്ഥം. അതിന് വന്നാണ് അല, അല എന്ന് പറയില്ലേ, അല ദറജ, ഉന്നത സ്ഥാനം കേട്ടോ. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു. വഅതൂബു ഇലൈക, ഞാൻ നിന്നോട് പാപമോചനം തേടി നിന്നിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞർത്ഥം. അർത്ഥം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കഴിയുന്ന ആളുകള് കാണാതെ പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് അടുത്ത ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇതിൽ കയറണുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം കേട്ടോ.
എന്നിട്ട് കയറാത്ത ആൾക്കാരനെയൊക്കെ ഒന്ന് പൊക്കണം. ഓക്കെ, ആളുകൾ കുറഞ്ഞു കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ആ അവസ്ഥ മാറ്റണം. എല്ലാവരും എല്ലാ ക്ലാസ്സുകളിലും ഇസ്ലാം. ഇതിനകത്ത് കുറച്ച് ബ്രാക്കറ്റുകൾ ഉണ്ടല്ലോ, അതിന്റെ ഉദ്ദേശം എന്താണ്? ബ്രാക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പിന്നെ ഒരുപാട് ഹദീസുകളിൽ നിന്ന് ചേർത്ത് 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 കൊടുത്തതാണ്. പല പല ഹദീസിന്റെയും രൂപം പല പല റിപ്പോർട്ടുകളിൽ വന്ന രൂപങ്ങളൊക്കെ എടുത്ത് കൊടുത്തതാണ്. അപ്പോ ആ ഹദീസ് ജുംല മുഅ്തരിള എന്നൊക്കെ പറയും. ഇടക്ക് ചേർത്ത് അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് ചെയ്താണ് എടുത്തുദ്ധരിച്ചതാണ്. ഈ ഖദാ ഖദർ ചെയ്യുവായാലും നല്ലതായാലും അള്ളാന്റെ അടുത്ത് നിന്നല്ലേ പറയുന്നേ? അതെ. അപ്പോ ഇത് നമ്മള് പിന്നെ ഒരായത്തില്ലേ ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി, അങ്ങനെ ഒരു ആയത്തില്ലേ ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. അത് നമ്മള് എന്തെങ്കിലും ചീത്തക്കാര്യം ചെയ്തു കഴിഞ്ഞാല് മൊത്തം എന്താണ് ഇതില് ഷെർ എന്ന് പറഞ്ഞാൽ രണ്ട് ഷെറുണ്ട്. ഒന്ന് ഇപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആക്സിഡന്റ്, അതിപ്പോ ഒരു പാപം കുറ്റം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ ടൈപ്പ് ഷെറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഷെറാണോ എന്ന് അറിയില്ലേ, ഒരു മനുഷ്യനുണ്ടാക്കുന്ന ഷെറുണ്ട്. രണ്ടിനും അറബിയിൽ ഷെർ എന്ന് പറയും. പക്ഷെ കുറച്ചും കൂടി ഇത് പറഞ്ഞു കഴിഞ്ഞാല് ദുൽമ് എന്നാണ് മനുഷ്യന്റെ പ്രവർത്തനത്തിന് പറയാം, അക്രമം. ദുൽമ്. അപ്പൊ ദുൽമ് ഒരിക്കലും അള്ളാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണെന്ന് പറഞ്ഞാല് നമുക്കത് കൺഫ്യൂഷൻ ആകാനുള്ള കാരണം ചില സമയങ്ങളിൽ മനുഷ്യന്റെ പ്രവർത്തനത്തിന് ഷെർ എന്ന് പറയുന്നതുകൊണ്ടാണ്. ശരിക്കും മനുഷ്യന്റെ പ്രവർത്തനത്തിന്, അങ്ങനത്തെ പ്രവർത്തനത്തിന് ദുൽമ് എന്നാണ് പറയേണ്ടത്. ഷെർ എന്ന് പറഞ്ഞാല് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടം ഉണ്ടാവുക, നമുക്കൊരു രോഗം വരിക, അപ്പൊ കൊറോണ പോലെ എന്തെങ്കിലുമൊക്കെ മഹാമാരികൾ പിടിപെടുക, വെള്ളപ്പൊക്കം പോലെ മഴ കൊണ്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ സംഭവങ്ങളാണ് എന്ത് പറയണത്, ഷെർ എന്ന് പറയണത്. ഈ ഷെർ യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ് അതിന്റെ ഉടമസ്ഥൻ. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പറയട്ടെ. അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരവും അള്ളാഹുവിന്റെ കണക്കുകൂട്ടൽ പ്രകാരവും മാത്രമേ നടക്കുള്ളൂ. മനുഷ്യനെ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല. മനുഷ്യനെ എത്ര തന്നെ അപകടം ഉണ്ടാക്കിയാലും അള്ളാഹിന്റെ ഖദറിന് അപ്പുറത്തേക്ക് ഒരു ഷെറും സംഭവിക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇബ്രാഹിം നബി തീ കുണ്ടാരത്തുനിന്ന് എണീറ്റ് വന്നത്. നമ്മളെ ഈമാനാണത്, നമ്മളെ വിശ്വാസമാണത്. മനുഷ്യന്മാരെ എന്തൊക്കെ ദുൽമ ചെയ്താലും അള്ളാഹ് വിചാരിക്കണം അത് ഒരു മനുഷ്യന് ഷെറാവണോ ഹൈറാവണോ എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഷെർ ഒരിക്കലും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല എന്നാണ്. ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയാം. ഖൈറിന്റെ ഉടമ അള്ളയാണ്. പക്ഷെ ഷെറിന്റെ ഉടമ എന്ന രീതിയിൽ ഷെർ ഇങ്ങനെ കുറെ ഷെർ കൊണ്ട് നടക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കല്ല അള്ളാഹുവിനെ കാണേണ്ടത്. അതാണ് ആ പറഞ്ഞ അർത്ഥം. പിന്നെ ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർ വഴികേടുകൾ കാണിച്ചത് കൊണ്ട് അള്ളാഹു മനുഷ്യനെ ശിക്ഷിക്കാനും മനുഷ്യനെ പരീക്ഷിക്കാനും ഒക്കെ ഭൂമിയിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അതിന്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹ് തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കമല്ല. അതാണ് ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ ദുൽമ്, മനുഷ്യന്മാർ ചെയ്യുന്ന അക്രമങ്ങൾ, അതെന്തല്ല, അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ പറ്റില്ല. അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ പറ്റില്ല. അത് മനുഷ്യന്റെ മാത്രം ദുൽമാണ്. അതാണ് ളലംതു നഫ്സി എന്ന് പറഞ്ഞത്. എന്നോട് തന്നെയാണ്, അള്ളാഹു നിങ്ങളോട് അക്രമം പ്രവർത്തിച്ചിട്ടില്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് അക്രമം പ്രവർത്തിച്ചതെന്ന് പരലോകത്ത് വെച്ച് അള്ളാഹു അവിശ്വാസികളായ ആളുകളോട് പറയുന്നതാണ്, അധർമ്മകാരികളോട് പറയുന്നതാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ദുൽമ് എന്നുള്ളത് മനുഷ്യന്റെയാണ്. അള്ളാഹു ലാ യളിം, അള്ളാഹു ഒരിക്കലും ദുൽമ ചെയ്യൂല. ഷെർ എന്ന് പറയുന്നത് എന്താണ്? ഷെർ എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരവും അള്ളാഹുവിന്റെ നിയന്ത്രണ പ്രകാരവും നടക്കുന്നതാണ്. പക്ഷെ അത് അള്ളാഹു അതിന്റെ ഉടമസ്ഥൻ ആണ് എങ്കിലും ആ ഒരു അർത്ഥത്തിൽ കുറെ ഇങ്ങനെ ആളുകൾക്ക് ഷെർ ചെയ്യുന്നവനാണ് അള്ളാഹ് എന്നുള്ള അർത്ഥത്തിലല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം.
ജസാക്കല്ലാഹ് ഖൈർ. അല്ലാഹു ബാരിക്. നമുക്ക് അവസാനിപ്പിക്കാം. 10 മണി കഴിഞ്ഞു. ഈ പ്രാർത്ഥന പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് തഅലീഖാത്തുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഒരു എത്ര ഉണ്ട് മുകളിലുള്ളതിൽ അൻത റബ്ബി വഅന അബ്ദുക, നീ എന്റെ രക്ഷിതാവും ഞാൻ നിന്റെ അടിമയുമാണ് എന്ന് തുടങ്ങിയ അവസാനം വരെയുള്ള ഭാഗം ഒഴിവാക്കി പകരം അല്ലാഹുമ്മ അൻതൽ മലികു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക വബിഹംദിക എന്ന പ്രാർത്ഥനയും ചൊല്ലാവുന്നതാണ്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ് എന്നതുവരെയും ശേഷം താഴെ പറയുന്നത് കൂടി ചേർത്തുകൊണ്ട് ചൊല്ലാവുന്നതാണ്. അല്ലാഹുമ്മ ഹ്ദിനി ലിഅഹ്സനിൽ അഖ്ലാഖി വഅഹ്സനിൽ അഅമാലി ലാ യഹ്ദി ലിഅഹ്സനിഹാ ഇല്ലാ അൻത വഖിനി സയ്യി അൽ അഖ്ലാഖി വൽ അഅമാലി ലാ യഖി സയ്യിഹാ ഇല്ലാ അൻത, അങ്ങനെയും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക തബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാക്കുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ അടിമ സുബ്ഹാനകല്ലാഹുമ്മ, അള്ളാഹുവേ നീ പരിശുദ്ധൻ എന്ന് പറയുമ്പോഴാണ്, അതായത് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴാണ് എന്നർത്ഥം. സ്വഹീഹായ പരമ്പരയോടുകൂടി ഇബ്നു മൻദ തൗഹീദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നസായി അൽ-യൗം വൽ-ലൈല എന്നതിൽ മൗഖൂഫായും മർഫൂആയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ തന്റെ ജാമിഉൽ മസാനീദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അറബികളൊക്കെ പലപ്പോഴും ഈ നമസ്കാരങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനയാണ് ചൊല്ലി കാണാറുള്ളത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക തബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക പ്രാർത്ഥന. മേൽ പറഞ്ഞതിനോടൊപ്പം രാത്രി നമസ്കാരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹില്ല എന്ന് 3 പ്രാവശ്യം, അല്ലാഹു അക്ബർ കബീറ എന്ന് 3 പ്രാവശ്യവും പറയുമായിരുന്നു. പിന്നെ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നൊക്കെ അതിന്റെ കൂടെ സ്വഹാബിമാരിൽ ഒരാൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി ഇപ്രകാരം ചൊല്ലിയപ്പോൾ നബി പറഞ്ഞു, അത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു, ആകാശ കവാടങ്ങൾ അതിനായി തുറക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്ന്. പിന്നെ വേറൊരു പ്രാർത്ഥന ഉണ്ട്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറു സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കേട്ടോ. രാത്രി നമസ്കാരങ്ങളിൽ നബി ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത്. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറു സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്നത്. അപ്പൊ ഇത്രയാണ് ഈ വജ്ഹത്ത് വജ്ഹിന്റെ കാര്യത്തിൽ. പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, കുറച്ചു ഭാഗം വന്നതുണ്ട്, പൂർണ്ണമായ ഭാഗം വന്നിട്ടുണ്ട്, പല ഹദീസുകളിലും വന്നിട്ടുണ്ട്. പിന്നെ അൻത റബ്ബി വഅന അബ്ദുക എന്നുള്ള ഭാഗം കഴിഞ്ഞിട്ട് അത് അവിടുന്ന് ആരംഭിച്ചിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തൊക്കെ പല രീതിയിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോ ഒരു രീതി മാത്രമാണ് ശരി എന്ന് പറയേണ്ടതില്ല. ഏത് രീതിയിൽ അവലംബിച്ചാലും ഹദീസുകൾക്ക് നിദാനമായ രീതിയിൽ, ഹദീസുകൾക്ക് ചേരുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സ്വീകാര്യമാണ് എന്നാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ മുഴുവൻ രൂപങ്ങളും, ഹദീസിൽ വന്ന മുഴുവൻ രൂപങ്ങളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോഡീകരിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. പ്രാരംഭ പ്രാർത്ഥന അടുത്ത ക്ലാസ്സിലും കൂടി ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതോട് കഴിഞ്ഞാൽ അത് അവസാനിച്ചു. പിന്നെ നമുക്ക് നമസ്കാരത്തിന്റെ മറ്റു രൂപങ്ങളിലേക്ക്, പിന്നെ ഖുർആൻ പാരായണം അതുമാണല്ലോ, പിന്നെ ബാക്കി ഭാഗങ്ങളിലേക്ക് റുക്കൂയിലും സുജൂദിലൊക്കെ എന്താണെന്നുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 2-3 ക്ലാസ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് തീർക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. പ്രാരംഭ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് പിന്നെ ഡീപ്പായിട്ട് തന്നെ അതിന്റെ അർത്ഥം മറ്റു കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചത്. ബാക്കിയുള്ള പ്രാർത്ഥനകളൊക്കെ ഇനി ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, പിന്നെ അത്തഹിയാത്തിലും തശഹൂദിലൊക്കെ വരുമ്പോഴാണ് ചില പ്രശ്നങ്ങളുള്ളൂ. അവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. അത്രയാണ്. കൂടുതൽ സംശയങ്ങളുടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ ചോദിക്കാം. സമയം ഒരുപാടായി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അള്ളാഹു നമ്മുടെ സ്വാലിഹായ അമലായി നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും കുറച്ച് നിൽക്കാനോ അത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനോ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി നബിയിന മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.